നമസ്കാരം. എന്നോട് പലരും ചോദിച്ചു, അമ്പിളിയുടെ അടുത്ത സ്ഥലമല്ലേ മല്ലപ്പള്ളി, ആലി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ മരണവും അതിനുശേഷമുള്ള അവയവദാനങ്ങളെക്കുറിച്ചും അവരുടെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ചെയ്തൂടെ എന്ന് എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്കെന്തോ സത്യം പറഞ്ഞാൽ എനിക്കും ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും ആ വേദനയൊക്കെ എത്രയാണെന്ന് നമ്മൾ അമ്മയായതിന് ശേഷം നമുക്കത് മനസ്സിലാവുള്ളൂ, പലർക്കും അല്ലേ. കാരണം പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ആകാശദൂത് സിനിമ കണ്ടിട്ട് കരയാത്ത ഒരാളുണ്ടെങ്കിൽ അത് പക്ഷേ ഞാനേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും തമാശയായിട്ട് പറയാറുണ്ട്. കാരണം എനിക്ക് അന്ന് ആ പ്രായത്തിൽ എനിക്ക് ആ വേദന അറിയില്ല. അതേപോലെ തന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടപ്പം അടുത്തിരുന്ന ചേച്ചി പിന്നെ ഈ സാരിയുടെ തുമ്പെല്ലാം നനഞ്ഞ് തീർത്തിട്ട് പിന്നെ ഈ അടിപ്പാവാടയൊക്കെ വലിച്ച് ഈ പറഞ്ഞ പോലെ കണ്ണുനീര് തുടയ്ക്കുന്നതൊക്കെ കണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇന്ന് രണ്ട് കുട്ടികളുടെ അമ്മയായി കഴിയുമ്പോൾ നമുക്ക് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലും കാണാനുള്ള കരുത്ത് നമുക്കില്ലാത്ത ഒരവസ്ഥ നമ്മൾ എത്താറുണ്ട് എന്നുള്ള വാസ്തവം തന്നെയാണ്. പല പെൺകുട്ടികളും അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് എൻ്റെ മോനുണ്ടായി അവൻ്റെ മേത്തോട്ടൊരു സൂചി കുത്തി കയറുന്ന കാണുമ്പോൾ തന്നെ എൻ്റെ ചങ്ക് പടയ്ക്കും. അത്രയ്ക്ക് വേദനയാണ് അല്ലേ. നമ്മളെ ഓരോ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നു. അപ്പോൾ എന്നോട് പല സിസ്റ്റേഴ്സ്, നീ എന്തിനാ കരയുന്ന, കൊച്ചിനൊരു കുഴപ്പമില്ല, അവൻ അറിഞ്ഞുപോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ കളിയാക്കാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സ്ത്രീകളൊക്കെ പക്കി വഴും അങ്ങനെ ഒരു വേദന അനുഭവിച്ചവരോ അല്ലെങ്കിൽ അതൊക്കെ അല്ലേ, നമുക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മക്കളുമായിട്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത്, നിങ്ങൾ കയ്യും കാലും ഒന്നും ഒടിച്ച് ഇങ്ങോട്ടും അല്ല, അതൊന്നും കാണാൻ എനിക്ക് കണ്ണീര് പൊടിക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഞാൻ ഈ കുഞ്ഞാലീൻ എനിക്ക് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയാണ്. അരുണിനെ എനിക്കറിയാം, അരുണിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് എനിക്ക് നല്ല അടുപ്പമുള്ള ആൾക്കാർ തന്നെയാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പോയി കാണണം എന്ന് വിചാരിച്ച് കണ്ടു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്കത് കാണാനുള്ള സത്യം പറഞ്ഞാൽ മനക്കരുത്തില്ല. ഒരു കൊച്ചു കുഞ്ഞ് മരിച്ചു കിടക്കുന്ന കാണാനുള്ള ശേഷിയൊന്നും ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷേ എന്നാലും നമ്മുടെ കടമയാണ്. പിന്നെ എനിക്കിതിനകത്ത് പറയാനുള്ളത്, അതിനകത്ത് വന്ന് ഈ നെഗറ്റീവ് കമൻറ്റ്സ്, ഇതിനകത്തും നെഗറ്റീവ് കമൻറ്റ് കണ്ടുപിടിക്കുന്ന അവരുടെ എന്തൊരു ചെകുത്താന്മാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി 30 വർഷം മുമ്പ് സ്വന്തം മോള് മരിച്ചാൽ എൻ്റെ പട്ടടയിൽ പോലും എനിക്ക് എൻ്റെ ആ വേദന ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ, ഒരു കൊച്ചു കുഞ്ഞിനെ കാണാൻ വന്ന് അവിടെ നിന്നൊരു ഉമ്മ ഇങ്ങനെ വെച്ച് കൊടുത്തതിനെയൊക്കെ പട്ടി ഷോ എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അത് പോട്ടെ, അത് അദ്ദേഹം രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറഞ്ഞാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ അച്ഛനും അമ്മയെയും കുറിച്ച് പറയുന്ന, അരുണിനെക്കുറിച്ചും ഷെറിനെക്കുറിച്ചും പറയുന്നത് കേട്ട സത്യം പറഞ്ഞാൽ എന്തൊരു മനുഷ്യരാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നതെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകും അല്ലേ. കാരണം ഇത് അച്ഛനും അമ്മയും തന്നെയാണോ, വേണ്ട അവാർഡ് മേടിക്കാനിരിക്കുന്ന പോലെ ഉണ്ടല്ലോ, കല്യാണത്തിന് വന്നിരിക്കുന്നത് പോലെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വിവിധ തരം ഇവരുടെ ഇരിപ്പ് കണ്ടാൽ ഈ മരണത്തിലെന്തോ ദുരൂഹതയുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സത്യം പറഞ്ഞാൽ ഇവർ ഈ ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ട് ഇവരിതൊക്കെ വായിക്കേണ്ടിയോ കാണേണ്ടിയോ വന്നാൽ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ എഴുതുന്നവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തൊരു ലോകമാണിതെന്ന് സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വല്ലാതെ അപ്സെറ്റായിപ്പോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് തൊട്ടേ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് തന്നെയാണ് അങ്ങനെ. ഞാൻ പലരും കേട്ടു, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. അതായത് നമ്മുടെ നന്നായിട്ട്, അതായത് മരിച്ചു കിടക്കുന്നവരെ എത്രയും മനോഹരമായിട്ട് ഒരുക്കാമോ അത്രയും മനോഹരമായിട്ട്. ഇപ്പം CJ റോയി ഒക്കെ മരിച്ച സമയത്ത് മുഴുവൻ പൂക്കൾ വെളുത്ത ലക്ഷക്കണക്കിന് വരെയുള്ള വെളുത്ത പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കമ്പിനൊക്കെ അകത്താണ് അവർ ഒരുക്കിക്കൊണ്ട് പോയത്. അതേപോലെ തന്നെ ഈ കുഞ്ഞു അലിനെയാണെങ്കിലും മുല്ലപ്പൂ നിറച്ച ഒരു പെട്ടിക്കകത്തൊക്കെ, ഒരു കൊച്ചു പെട്ടി, ശരിക്കും പറഞ്ഞാൽ ആ മൊബൈൽ മോസ്റ്ററിക്കകത്ത് ആ പെട്ടി ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ ചങ്കത്തൊരാളലാണ് അല്ലേ. അങ്ങനെയാണ് അതിനെ കൊണ്ടുപോയത്. അപ്പം അവർ എപ്പോഴും ഏതൊരു ക്രിസ്ത്യൻ വീട്ടിൽ ചെന്നാലും ഒരു മരണത്തിലുണ്ടെങ്കിലും അവർ വൃത്തിയായിട്ട് മാത്രമേ ഇരിക്കുകയുള്ളൂ. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. അവർ നല്ല വൃത്തിയായിട്ട് വേഷം ധരിച്ചത്. നിങ്ങൾ ഏതിപ്പം എത്ര ചെറുതായിക്കോട്ടെ എത്ര വലുതായിക്കോട്ടെ ഏതൊരു വീട്ടിൽ ചെന്നു, അല്ലാതെ എല്ലാ അത് തന്നെയല്ല അവർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മരണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. അച്ഛന്മാരും ഈ സിസ്റ്റർമാരും ഒക്കെ അവരെ ഈ പറഞ്ഞ പോലെ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് പ്രാർത്ഥിച്ചും മറ്റു രീതിയിലുമൊക്കെ അവർക്ക് മാനസികമായിട്ട് ശക്തി പകരാൻ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും. ശരിക്കും ഞാൻ ഈ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ പിള്ളേർ സെറ്റ് ഇങ്ങനെ ഒരു മതിൽ പോലെ നിൽക്കുകയാണ്. അപ്പം ആ പിള്ളേരിങ്ങനെ അപ്പോൾ എനിക്കത് മനസ്സിലായില്ല, അവർ മതിൽ പോലെ നിൽക്കുകയാണ്. അതിൽ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ കയറിപ്പോന്നു, മറ്റേ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമുക്കത് കണ്ടിട്ട് കുഞ്ഞിനെ കണ്ടിട്ട് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. കാരണം അത്രയും മനസാന്നിധ്യത്തോടെ അവരവിടെ ഇരിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ അത്ഭുതം തന്നെയാണ് അവർക്ക്. പക്ഷേ ഒരിക്കലും ഈ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരിക്കലും ഈ ഒരു നോവ് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് പോകുന്നതല്ല അല്ലേ. നമ്മുടെ സ്വന്തക്കാർ മരിക്കുമ്പോഴാണ് നമുക്ക് ആ വേദന മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പറയുന്നവർക്കൊന്നും ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ല എന്നൊരു പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി.
കാരണം ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ ഇത് കണ്ടപ്പം നമ്മുടെ ഈ മനുഷ്യൻ്റെ ഉള്ളിലെ ദുഷിപ്പ്, അത് 10 മനുഷ്യർ ഇത് കാണുമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യാതിരിക്കത്തില്ലേ? അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഈ ഫ്യൂണറലൊക്കെ കഴിഞ്ഞത് എന്തൊക്കെയാണെന്നൊക്കെ കാണുമ്പം, ഈ മെസ്സേജസ് കാണുമ്പം അവർക്കുണ്ടാകുന്ന വിഷമം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെയാണോ ഇങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ഈ കമൻസ് ഇതുപോലെ പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരുടെയൊക്കെ ഉള്ളിലെ ആ ദുഷിപ്പ് എന്തായിരിക്കും എന്ന്, ഇവരുടെയൊക്കെ കൂടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുകൂടെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. ഇത്രയും ദുഷിച്ച മനുഷ്യരുടെ കൂട്ടത്തിൽ താമസിക്കേണ്ടി വരുന്നവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുകൂടെ ആലോചിച്ച് പോയി. അപ്പോൾ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പം നമുക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം അല്ല, ഇത് ഇങ്ങനെ പറയുന്ന മനുഷ്യർ ഇനിയെങ്കിലും ഇത് കാണുമ്പോഴെങ്കിലും ഇത് വേണ്ട, ഇങ്ങനൊരു മെസ്സേജ് ഞാൻ ഇടണ്ട എന്ന് കരുതട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ഉള്ള കമൻറ്റുകൾ നിങ്ങൾ പബ്ലിക്കായിട്ട് ദയവായിട്ട് പോസ്റ്റ് ചെയ്യരുതെന്നുള്ള എൻ്റെ അപേക്ഷയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവർക്കൊരു ജീവിതമുണ്ട്. അത് ഇവർ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ ഭയങ്കര ആഘാതം തന്നെയായിരിക്കും. കുഞ്ഞു മരിച്ചിരിക്കുന്ന ഒരു മനുഷ്യരെക്കുറിച്ച് ദുരൂഹതയുണ്ട്, മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനെക്കുറിച്ച് സത്യത്തിൽ അവരോട് സഹതാപം മാത്രം. കാരണം അവർക്ക് ചിന്താശേഷി അത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിച്ച് അവരോട് ക്ഷമിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നന്ദി.